ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധത്തിലൂടെയാണ് ഭഗവതവതാര ലീലകൾ കേൾക്കാനുള്ള സമയം ഇങ്ങനെ അടുത്തു വരുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഭാഗവതത്തിലെ പ്രസക്തമായ കാര്യങ്ങൾ ദശമസ്കന്ധത്തിലെ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, ലോകത്തിലെ ജീവൻ മുക്തന്മാർ, മുമുക്ഷുക്കൾ, വിഷയികൾ എന്നിങ്ങനെ 3 തരത്തിലാണ് ആളുകളെ വേർതിരിച്ചിരിക്കുന്നത്. ജീവൻ മുക്തന്മാർ എപ്പോഴും ആത്മാരാമന്മാരായിട്ട് വിഷയസുഖങ്ങളെ അല്പം പോലും ആഗ്രഹിക്കാത്തവരായിട്ട് സദാ ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോഴും അവർക്ക് ഈ ലോകത്ത് എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവത് കഥകളാണ്. രണ്ടാമത്തത് മുമുക്ഷുക്കളാണ്. മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർ എപ്പോഴും അല്പം പോലും മനസ്സെങ്ങും പതറിപ്പോകാതെ, അതായത് മനസ്സ് മറ്റ് വിഷയങ്ങളിൽ പോകാതെ ഒരിടത്ത് നിർത്തുവാൻ സാധിക്കുന്നത് ഈ കഥകളിലുള്ള സഞ്ചാരമാണ്. ഇനി അടുത്ത വിഷയികൾക്ക് എപ്പോഴും ദുഃഖമേ ഉള്ളൂ. ആ ദുഃഖത്തിന് അല്പം ശമനം കിട്ടുന്നതും ഈ ഭഗവത് കഥകൾ കേൾക്കുമ്പോഴാണ്. അപ്പം ആത്മാരാമന്മാരായിരിക്കുന്ന നമ്മുടെ ജീവൻ മുക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും വിഷയികൾക്കും 3 പേർക്ക് ഒഴിച്ചുകൂടാനാവാത്തതായിട്ടുള്ള ഒന്നാണ് ഏത്? ഈ ഭഗവത് കഥകൾ അത്രയും. അപ്പം നമ്മൾ ഏത് ഇതിലാണ് ഇരിക്കുന്നതെന്ന് ചിന്തിക്കുക. എന്നിട്ട് ഇത് നമുക്കൊക്കെ വിഷയസുഖങ്ങളിലേക്ക് രമിക്കാത്ത അതിലാണ് മനസ്സിരിക്കുന്നതെങ്കിൽ അവർക്കും ഒഴിവാക്കാൻ പറ്റില്ല. മുമുക്ഷു ജനങ്ങളാണെങ്കിലും മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അവർക്കും ഒഴിവാക്കാൻ പറ്റില്ല. ഇനി മോക്ഷം ലഭിച്ചവർക്കും ഈ ഭൂമി ലോകത്ത് ഏതെങ്കിലും ഒരു ഗുണവത്തായ ഒരു കർമ്മം ഉണ്ടെങ്കിൽ അതേതാ? സജ്ജന സംഘമാണ്. ഭഗവത് കഥകളിൽ മനസ്സിരുത്തുക എന്നുള്ളതാണ്. അതാണ് അവർക്കും ശ്രേഷ്ഠത. ഈ 3 കാര്യങ്ങളെ മനസ്സിലിരുത്തിക്കൊണ്ട് വേണം അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ. അപ്പം ആ ശ്രേഷ്ഠത കൈവരിക്കാനാവുന്നത് അവനവൻ്റെ തലത്തിലിരുന്നുകൊണ്ട് ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ, അതായത് ആത്മാരാമന്മാരായിരിക്കുന്ന മോക്ഷത്തെ പ്രാപിച്ചുവരിക്കുന്ന ജീവൻ മുക്തന്മാരായിക്കൊള്ളട്ടെ, മുമുക്ഷു ജനങ്ങളായിക്കോട്ടെ, വിഷയികളായിക്കോട്ടെ, അവർക്കെല്ലാം ഉപയോഗപ്രദമായ ഒന്ന് തന്നെയാണ് ഭഗവത് കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഈ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. നിവൃത്തദർശൈരുപഗീയമാനാത് ഭവൗഷധാശ്രോത്ര മനോഭിരാമാത് ക ഉത്തമ ശ്ലോക ഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാപശുഘ്നാത് പറയുകയാണ്. നിവർത്തദർശൈ, തർശയൊക്കെ നിവൃത്തമായിരിക്കുന്ന, ആശകളൊക്കെ അറ്റവർ, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ ആശകൾ അറ്റവരായിരിക്കുന്നുള്ള ആശകളാണല്ലോ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നം. അതിനെ നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പല വിധത്തിലുള്ള ഒരാശയെ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴായിരിക്കും മറ്റൊരാൾ കയറി വരുന്നത്. ഇങ്ങനെ ബഹുവിധ ആശകളുടെ ഒരു മാല തന്നെ നമ്മുടെ ഇടയ്ക്കുണ്ട്. അതൊരിക്കലും ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുന്നല്ലാണ്ട് അതിന് വിരാമം വരുന്നില്ല. അങ്ങനെ പക്ഷേ ഇവിടെ വിരാമം ഇടാനൊരു മാർഗമാണ് ഈശ്വര ഭഗവത് കഥകൾ കേൾക്കുക. അങ്ങനെ കഥകൾ കേട്ട് 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 മനസ്സിൽ നിന്ന് മറ്റുള്ള വിഷയത്തിനോട് താല്പര്യം ക്ഷയിച്ച് അതിൽ ഒന്നിൽ തന്നെ മനസ്സ് ഏകാഗ്രപ്പെടും, ഭഗവാനിൽ തന്നെ. അങ്ങനെയുള്ള ആളുകളാണ് ആശയറ്റവരെന്ന് പറയുന്നത്. നിവർത്ത തർശൈഹി ഉപഗീയമാനാത്, അങ്ങനെയുള്ള ആളുകൾ അധികം കീർത്തിക്കപ്പെടുന്നവരായിരിക്കും. വളരെയധികം ഭക്തിയോടുകൂടി കീർത്തനങ്ങൾ ചൊല്ലണം. നമ്മളെപ്പോഴും സ്തുതികളൊക്കെ ചൊല്ലുമ്പോഴത്തേക്ക് നമ്മൾ ചൊല്ലുന്ന സമയത്ത് ചിലർക്ക് ശാരീരികമായ അസുഖങ്ങളുണ്ടാകാം, ചിലർക്ക് മാനസിക പ്രശ്നങ്ങൾ കൂടുതലായിരിക്കാം, ചിലർക്ക് അവിടെയുള്ള ശബ്ദങ്ങളുടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്കുണ്ടായാലും ആ പ്രതിസന്ധികളിലും ഒന്നിലും തന്നെ മനസ്സ് പോകാതെ ഭക്തിപൂർവ്വം സ്തുതിക്കാൻ കഴിയുന്നത് ഒരു തീവ്രമായ ഇച്ഛ തന്നെ അതിന് നമുക്ക് വേണം. ഭഗവത് അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സ്തുതികളെ ചൊല്ലാൻ നമുക്ക് കഴിയണം. അതാണ് അധികം കീർത്തിക്കപ്പെടുന്നവരായും ഉപഗീയമാനാത് ഭവൗഷധ, സംസാര രോഗത്തെ തീർക്കുന്നത്. സംസാര രോഗത്തെ തീർക്കുന്നതെന്ന് പറഞ്ഞാൽ മാറ്റുന്നത്, പൂർണ്ണമായും നമ്മളിൽ നിന്ന് മാറ്റുന്നത്. ഈ സംസാര രോഗമെന്ന് പറയുന്നത് ദുഃഖമാണ്. സുഖത്തെ തേടിയുള്ള യാത്രയിൽ ദുഃഖം മാത്രമേ ഇവിടെയുള്ളൂ.
അങ്ങനെയുള്ള ദുഃഖഭൂമിയിൽ സംസാര രോഗത്തെ തീർക്കുന്നതും ശ്രോത്രാഭിമാന ചെവികളെയും മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നതും ആനന്ദിപ്പിക്കുന്നതും ഉത്തമ ശ്ലോക ഗുണാനുവാദാ, ഈശ്വരനെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളാണ് ഉത്തമ ശ്ലോകങ്ങൾ. അതിൻ്റെ കീർത്തനത്താൽ അതിൽ നിന്ന് പശുജ്ഞാദ്വിന പ്രാണിഹിംസകനല്ലാതിരിക്കുന്ന ഖഹപ്പുമാൻ ഏതൊരു പുരുഷൻ വിരക്തനായി ഭവിക്കും. അതായത് ആരാണ് വിരക്തനായിത്തീരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള സ്തുതിഗീതങ്ങൾ ചൊല്ലുന്നത്, ഈശ്വരകാര്യങ്ങൾ കേൾക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ വിരക്തന്മാരായി ഭവിക്കും. ഒരാൾ ഒഴികെ. ആരാ? ഈ മിണ്ടാപ്രാണികളെയൊക്കെ കൊല്ലുന്നവരൊഴികെ, അതിനെ ഭക്ഷിക്കുന്നവരൊഴികെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഈ അവസ്ഥ വന്നു ചേരില്ല? ഈശ്വര ഭജനം ചെയ്യുന്നതിലൂടെ എന്തുകൊണ്ടാണ് അവർക്ക് ഈശ്വരകാരുണ്യം വരാത്തത്? അങ്ങനെ ചിന്തിക്കേണ്ട, തീർച്ചയായും വരുമെന്നുള്ള കാര്യം ഉറപ്പിച്ചുകൂടെ പറഞ്ഞിരിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ശ്ലോകത്തിൻ്റെ ആമുഖമായിട്ട് സൂചിപ്പിച്ച കാര്യം മനസ്സിൽ ഓർത്തു വയ്ക്കുക. ഓർത്തു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആശയറ്റവരെന്ന് പറയുമ്പോൾ ജീവൻ മുക്തന്മാരായി എടുക്കുക. ഉപഗീയമാനാത് അധികം സ്തുതിക്കപ്പെടുന്നവരാരാണ്? എപ്പോഴും ഭഗവത് സ്തുതി ചൊല്ലുന്ന മുമുക്ഷുജനങ്ങളാണ്. സംസാര രോഗത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ഭവൗഷധ, സംസാര രോഗത്തെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവത് നാമം ചൊല്ലുന്ന വിഷയികളായ ഈ ലോക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഉള്ള ദിവ്യ ഔഷധം എന്ന് പറയുന്നത് ഭഗവത് നാമകീർത്തനം തന്നെയാണ് എന്നുള്ളത് തത്വത്തെ ഉറപ്പിച്ച് ഭാഗവതം പറഞ്ഞിരിക്കുകയാണ്. 3 കൂട്ടർക്കും ഈ ഭഗവത് കഥ കേൾക്കുന്നതാണ് ഉത്തമമെന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി മറ്റ് വിചാരങ്ങളൊന്നുമില്ലാണ്ട് മനസ്സിനെ ഒരിടത്ത് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് മനസ്സിൽ ഭഗവത് കഥകൾ കേൾക്കുന്ന അത്രയും വിചാരം ചെയ്ത് ഉറപ്പിക്കണം. ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അരിലീലാമൃതം എത്ര പാനം ചെയ്താലും മതി വരാത്ത ഒന്നാണ്. ആ പാനാമൃതത്തെയാണ് അമൃത TV വഴി നമ്മുടെ മുമ്പിൽ എത്തുന്നത്. സേവിച്ചുകൊണ്ടേയിരിക്കുക. സേവിക്കുന്നതോറും തീർന്നു പോയോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ വന്നു ചേരും. അതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. കേട്ടതാണെങ്കിൽ കൂടിയും വീണ്ടും കേൾക്കാനുള്ള താല്പര്യം, അതൊരു അമൃത് പോലെ തന്നെ മനസ്സിലും ഹൃദയത്തിലും സൂക്ഷിച്ചു വയ്ക്കാൻ നമുക്ക് കഴിയുക. അതിലൂടെയുള്ള അനുഭൂതി തരംഗങ്ങളിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കുക. ഇതൊക്കെയാണ് ഭഗവത് അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.